ഹായ്, ഈ വരുന്ന 23-ന് ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ ബിഗ് ബോസ് സീസൺ 7-ലെ ടോപ്പ് 6 കണ്ടസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് നമ്മളുടെ പ്രിയപ്പെട്ട 6 കണ്ടസ്റ്റൻസ് അതിൽ വരുന്നുണ്ട്. ഷാനവാസ്, അനുമോൾ, അനീഷ്, അക്ബർ, നെവിൻ, നൂറ, ഈ 6 പേരും സ്റ്റാർ സിംഗറിൽ വരുന്നുണ്ട്. അവര് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും 23-ാം തീയതി സ്റ്റാർ സിംഗർ കാണുക, നമ്മളുടെ പ്രിയപ്പെട്ട താരങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സീസൺ 7 അവസാനിച്ചിട്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പല വിവരമില്ലാത്ത കണ്ടസ്റ്റൻസും ഇപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് അനുമോള് PR കൊണ്ടാണ് കപ്പടിച്ചത്, അനുമോള് 100 ദിവസവും അഭിനയിച്ചാണ് നിന്നത്, അതുപോലെ ഷാനവാസ് 100 ദിവസവും രുദ്രനായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നത്, അനീഷ് മാത്രമാണ് റിയൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇതിൽ ക്യാരക്ടർ ചേഞ്ച് ആയ ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും അനീഷിന് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണ്, മറ്റു രണ്ടുപേർക്കും അഭിനയിക്കാൻ അറിയാം, അതുകൊണ്ടാണ് 100 ദിവസവും അഭിനയിച്ചു നിന്നത് എന്നൊക്കെ പറയും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട്, ഇപ്പോഴും ആ വിവരക്കേട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിവരക്കേട് എന്താണ് എന്ന് നമ്മൾ കൃത്യമായി അറിയാം. ബിഗ് ബോസ് സീസൺ 7-ന്റെ അവസാന ആഴ്ചയിൽ ഇവരെല്ലാവരും ഉള്ളിൽ കയറി എന്താണ് കാണിച്ചു കൂട്ടിയത് എന്നുള്ളതും നമ്മൾക്കറിയാം. ഇവരെല്ലാം കാരണമാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് എന്നുള്ളൊരു ബോധം അവർക്കില്ല. അവരിപ്പോഴും അംഗീകരിക്കാൻ തയ്യാറില്ല. അവരുടെ വിവരക്കേട് കൊണ്ട് തന്നെയാണ് അനുമോൾ ഒറ്റപ്പെട്ടതും അനുമോൾക്ക് കപ്പ് കിട്ടിയതും. ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധവും വിവരമൊന്നും അവർക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ മാന്യമായി സംസാരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് സീസൺ 7-ൽ നിന്നും പുറത്തിറങ്ങിയ കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രമേ അനാവശ്യ വിവാദങ്ങൾക്ക് നിൽക്കാതെ മാന്യമായി സംസാരിച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ. എടുത്തു പറയേണ്ടത് ഷാനവാസ്, അനുമോൾ, അനീഷ്, ഇവർ 3 പേരും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. പിന്നെ ബിഗ് ബോസ് സീസൺ 7 കനത്ത പരാജയമാണ്, സീസൺ 7 വലിയ ബോറായിരുന്നു എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സീസൺ 7 ആണ് ഇപ്പോൾ വലിയ വിജയമായിരിക്കുന്നത്. അതായത് ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു സീസൺ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7. ഏഷ്യനെറ്റിന് വലിയ TRP ആണ് സീസൺ 7 ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സീസൺ 7 ഫിനാലെ ടെലികാസ്റ്റ് ചെയ്തതിലൂടെ ഏഷ്യനെറ്റിന് വലിയ TRP ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു ബിഗ് ബോസിനും കിട്ടാത്ത രീതിയിലുള്ള ഒരു TRP ആണ് സീസൺ 7 വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 22 TRP റേറ്റിംഗ് ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഒരു സീസണിലും ഇത്രയും വലിയ TRP കിട്ടിയിട്ടില്ല. ഇത് മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും അതുപോലെ ഹിന്ദിയിലൊന്നും ഇത്രയും വലിയ TRP വന്നിട്ടില്ല. അതായത് സീസൺ 7 വലിയ വിജയമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ 8 അടുത്തു തന്നെ തുടങ്ങാൻ സാധ്യതയുണ്ട്. മിക്കവാറും 2026 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിൽ സീസൺ 8 സ്റ്റാർട്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ 8-നായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.